ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എത്രീസ് വണ്ടർലാൻഡ്. 9th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷിലെ ലെറ്റ് ഇറ്റ് ഗോ എന്ന പോയമിലെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് ലെറ്റ്സ് റിവൈൻഡ് ആൻഡ് റിജോയ്സ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വൈ കുഡൻറ്റ് എൽസ ഫൈൻഡ് എനി ഫുഡ് പ്രിൻറ്റ്സ്? എന്തുകൊണ്ടാണ് എൽസയ്ക്ക് ഫുഡ് പ്രിൻറ്റ്സ് ഒന്നും കാണാൻ കഴിയാതിരുന്നത്? ആൻസർ നോക്കാം. എൽസ കുഡൻറ്റ് ഫൈൻഡ് എനി ഫുഡ് പ്രിൻറ്റ്സ് ബിക്കോസ് ദർ വാസ് നോ വൺ എൽസ് ഇൻ ഹെർ കിങ്ഡം ഓഫ് ഐസൊലേഷൻ. അവളുടെ ഏകാന്തതയുടെ രാജ്യത്ത് മറ്റാരും തന്നെ ഇല്ലായിരുന്നു, അതുകൊണ്ടാണ് അവൾക്ക് ഫുഡ് പ്രിൻറ്റ്സ് ഒന്നും കാണാൻ കഴിയാതിരുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഈസ് എൽസ ആസ്ക്ഡ് ടു കൺസീൽ ഹെർ ഫീലിങ്സ്? എന്തുകൊണ്ടാണ് എൽസയോട് അവളുടെ ഫീലിങ്സ് എല്ലാം ഒളിപ്പിച്ചു വെക്കാൻ ആവശ്യപ്പെട്ടത്? ആൻസർ, എൽസ ഈസ് ആസ്ക്ഡ് ടു കൺസീൽ ഹെർ ഫീലിങ്സ് ആൻഡ് ബി ദ ഗുഡ് ഗേൾ ഷീ ഓൾവേസ് ഹാസ് ബീൻ ബിക്കോസ് ഷീ ഹാഡ് ബീൻ ടോട്ട് ടു സപ്രസ് ഹെർ ഇമോഷൻസ് ആൻഡ് ഹൈഡ് ഹെർ പവേഴ്സ് ഫ്രം അതേഴ്സ്. എൽസയോട് അവളുടെ ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്യാൻ പറഞ്ഞത് അവൾ എന്നൊരു ഗുഡ് ഗേൾ ആയിരിക്കണം, നേരത്തെ ഉള്ളതുപോലെ തന്നെ. പിന്നെ അവളെ പഠിപ്പിച്ചിട്ടുണ്ട് നേരത്തെ അവളുടെ ഇമോഷൻസൊക്കെ അടിച്ചമർത്തി ഒരു നല്ല കുട്ടിയായി, മറ്റുള്ളവർ ആഗ്രഹിക്കുന്ന പോലെ നല്ല കുട്ടിയായി ജീവിക്കാൻ. അവളുടെ ഫീലിങ്സും ശക്തിയൊന്നും മറ്റുള്ളവരുടെ മുമ്പിൽ എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, അതെല്ലാം ഹൈഡ് ചെയ്ത് വെക്കേണ്ടതാണെന്ന് അവളെ പഠിപ്പിച്ചിട്ടുണ്ട്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ഷീ മീൻ ബൈ ലെറ്റ് ഇറ്റ് ഗോ? ലെറ്റ് ഇറ്റ് ഗോ എന്ന വേർഡ് കൊണ്ട് അവൾ എന്താണ് അർത്ഥമാക്കുന്നത്? ആൻസർ, by let it go, Elsa means releasing her fears, doubts and inhibitions and embracing her true self and powers without holding back. Let it go എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അവളുടെ പേടികളെയും സംശയങ്ങളെയും തടസ്സങ്ങളെയെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അവളുടെ സെൽഫിനെ പിന്തിരിപ്പിക്കാതെ നല്ല രീതിയിൽ സ്വീകരിക്കുക എന്നുള്ളതാണ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഡിസ്റ്റൻസ് മേക്സ് എവറിത്തിങ് സീം സ്മോൾ. വാട്ട് ഡസ് ഡിസ്റ്റൻസ് സജസ്റ്റ്? ദൂരം എല്ലാത്തിനെയും ചെറുതാക്കുന്നു എന്ന് പറയുന്നു. ഇവിടെ ഡിസ്റ്റൻസ് എന്ന വേർഡ് സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഡിസ്റ്റൻസ് സജസ്റ്റ് ഇമോഷണൽ ആൻഡ് ഫിസിക്കൽ സെപ്പറേഷൻ ഫ്രം ദ കൺസ്ട്രെയിൻസ് ആൻഡ് പ്രഷേഴ്സ് ഓഫ് സൊസൈറ്റി അലോയിങ് എൽസ ടു ഗെയിൻ പെർസ്പെക്റ്റീവ് ആൻഡ് ക്ലാരിറ്റി. ഡിസ്റ്റൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സമൂഹത്തിൻ്റെ സമ്മർദ്ദങ്ങളിൽ നിന്നും നിയന്ത്രണങ്ങളിൽ നിന്നുമൊക്കെ ശാരീരികമായും മാനസികമായും ഇമോഷണലായും ഫിസിക്കലായും സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അതുവഴി എൽസയെ സ്വന്തമായ ഒരു കാഴ്ചപ്പാടും ക്ലാരിറ്റിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ആൻഡ് വൺ തോട്ട് ക്രിസ്റ്റലൈസസ് ലൈക്ക് ആൻ ഐസി ബ്ലാസ്റ്റ്. വാട്ട് തോട്ട് കുഡ് ദാറ്റ് ബി? ഏതോ ഒരു ചിന്ത ഒരു ഐസി ബ്ലാസ്റ്റ് പോലെ അവളുടെ മനസ്സിൽ ക്രിസ്റ്റലൈസ് ചെയ്ത് നിൽക്കുന്നു. എന്താണ് ആ ചിന്ത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ദ തോട്ട് ദാറ്റ് ക്രിസ്റ്റലൈസസ് ലൈക്ക് ആൻ ഐസി ബ്ലാസ്റ്റ് കുഡ് ബി എൽസാസ് റിയലൈസേഷൻ that she doesn't need to conform to societal expectations or hide her powers anymore. അവളുടെ മനസ്സിൽ ഐസി ബ്ലാസ്റ്റ് പോലെ കിടക്കുന്ന ചിന്ത എന്താണെന്ന് വെച്ചാൽ ഇനി സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് അവളുടെ ഫീലിങ്സും പവേഴ്സും ഒന്നും ഹൈഡ് ചെയ്ത് വെക്കേണ്ടതില്ല എന്നുള്ള അവളുടെ തിരിച്ചറിവാണ്. സിക്സ്ത് ക്വസ്റ്റ്യൻ നോക്കാം. യു വിൽ നെവർ സീ മീ ക്രൈ. വൈ ഡസൻറ്റ് എൽസ വാണ്ട് അതേഴ്സ് ടു സീ ഹെർ ക്രൈ? നിങ്ങളൊരിക്കലും എന്നെ ഇനി കരയുന്നതായിട്ട് കാണില്ല. എന്തുകൊണ്ടാണ് എൽസ അവളുടെ കരച്ചിൽ മറ്റുള്ളവർ കാണരുത് എന്നാഗ്രഹിക്കുന്നത്? എൽസ ഡസൻറ്റ് വാണ്ട് അതേഴ്സ് ടു സീ ഹെർ ക്രൈ ബിക്കോസ് ഷീ വാണ്ട്സ് ടു അപ്പിയർ സ്ട്രോങ് ആൻഡ് ഇൻ കൺട്രോൾ എസ്പെഷ്യലി സിൻസ് ഷീ ഹാസ് ബീൻ ടോട്ട് ടു കൺസീൽ ഹെർ ഇമോഷൻസ്. അവളുടെ കരച്ചിൽ മറ്റുള്ളവർ കാണരുതെന്ന് എൽസ ആഗ്രഹിക്കാൻ കാരണം അവൾക്ക് സ്ട്രോങ് ആയിട്ടും കൺട്രോൾഡ് ആയിട്ടും മറ്റുള്ളവരുടെ മുമ്പിൽ അപ്പിയർ ചെയ്യണം. പ്രത്യേകിച്ച് അവളുടെ ഫീലിങ്സ് എല്ലാം ഹൈഡ് ചെയ്യണമെന്ന് പഠിപ്പിക്കപ്പെട്ട ഒരാൾ കൂടി ആയതുകൊണ്ട് അവൾക്ക് സ്ട്രോങ് ആയിട്ട് അപ്പിയർ ചെയ്യേണ്ടതുണ്ട്. സെവൻത് ക്വസ്റ്റ്യൻ. ഹൗ ഡസ് എൽസ വിഷ് ടു റൈസ്? എങ്ങനെ ഉദിച്ചുയരാനാണ് എൽസ ആഗ്രഹിക്കുന്നത്? ആൻസർ, എൽസ വിഷസ് ടു റൈസ് ലൈക്ക് ദ ബ്രേക്ക് ഓഫ് ഡോൺ സിംബലൈസിങ് ഹെർ ഡിറ്റർമിനേഷൻ ടു ഓവർകം ഹെർ സ്ട്രഗിൾസ് ആൻഡ് എമർജ് സ്ട്രോങ്ങർ. പ്രഭാതം പൊട്ടിവിടരുന്നത് പോലെ ഉദിച്ചുയരാനാണ് എൽസ ആഗ്രഹിക്കുന്നത്. അത് സിംബലൈസ് ചെയ്യുന്നത് അവളുടെ ഉറച്ച തീരുമാനമാണ്. അവളുടെ സ്ട്രഗിൾസ് എല്ലാം ഓവർകം ചെയ്തിട്ട് നല്ല സ്ട്രോങ്ങറായിട്ട് നല്ല ശക്തിയോടുകൂടി ഉദിച്ചുയരാനാണ് അവൾ ആഗ്രഹിക്കുന്നത്. എയ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ പെർഫെക്റ്റ് ഗേൾ ഇസ് ഗോൺ. ഹൂ ഈസ് ദ പെർഫെക്റ്റ് ഗേൾ റെഫർ ടു ഹിയർ? ആ പെർഫെക്റ്റ് ഗേൾ പോയി കഴിഞ്ഞു. ആരെയാണ് ഈ പെർഫെക്റ്റ് ഗേൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻസർ, ദ പെർഫെക്റ്റ് ഗേൾ റെഫർ ടു ഹിയർ ഇസ് ദ പേഴ്സണ എൽസ യൂസ് ടു പോർട്രേ ടു കൺഫോം ടു സൊസൈറ്റൽ എക്സ്പെക്ടേഷൻസ് ഓഫ് എ ഗുഡ് ആൻഡ് ഒബീഡിയൻറ്റ് പ്രിൻസസ് വിച്ച് ഷീ നൗ റിയലൈസസ് വാസ് റെസ്ട്രെയിനിങ് ഹെർ ട്രൂ സെൽഫ് എക്സ്പ്രഷൻ ആൻഡ് ഹാപ്പിനെസ്. ഇവിടെ പെർഫെക്റ്റ് ഗേൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എൽസ തന്നെയാണ്. അവളെ നേരത്തെ ചിത്രീകരിച്ചിരിക്കുന്നത് പോലെ നല്ല അനുസരണയുള്ള സമൂഹത്തിൻ്റെ പ്രതീക്ഷകൾക്കനുസരിച്ച് ജീവിക്കുന്ന നല്ലൊരു അനുസരണയുള്ള രാജകുമാരിയായിട്ടാണ്. പക്ഷെ അവളിപ്പോൾ തിരിച്ചറിയുന്നു അത് അവളുടെ സെൽഫ് എക്സ്പ്രഷനെയും സന്തോഷത്തെയും ഒക്കെ അടിച്ചമർത്തുന്നതായിരുന്നു.
ഇനി നമുക്ക് ലെറ്റ്സ് റീകോൾ ആൻഡ് റീക്രിയേറ്റ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡസ് ലെറ്റ് ഇറ്റ് ഗോ പോർട്രേ എൽസ ഡീലിംഗ് വിത്ത് ഹെർ പ്രോബ്ലംസ് ഓർ റണ്ണിങ് അവേ ഫ്രം ഹെർ പ്രോബ്ലംസ്? എക്സ്പ്ലെയിൻ. ലെറ്റ് ഇറ്റ് ഗോ എന്ന പോം പറയുന്നത് എൽസ അവളുടെ പ്രശ്നങ്ങൾ നേരിടുന്നതാണോ അല്ലെങ്കിൽ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി മാറുന്നതാണോ വിവരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ നോക്കാം. ലെറ്റ് ഇറ്റ് ഗോ പോർട്രേസ് എൽസ ഡീലിംഗ് വിത്ത് ഹെർ പ്രോബ്ലംസ് നോട്ട് റണ്ണിങ് അവേ ഫ്രം ദം. ലെറ്റ് ഇറ്റ് ഗോ വരച്ച് കാണിക്കുന്നത് എൽസ പ്രശ്നങ്ങളെ നേരിടുന്നത് തന്നെയാണ്, അല്ലാതെ അതിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല. ഇൻ ദ ബിഗിനിങ് ഓഫ് ദ പോയം വി ക്യാൻ സീ ഹെർ ആസ് എ ഷൈ ആൻഡ് ടിമിഡ് ഗേൾ ഈവൻ ടു അപ്പിയർ ബിഫോർ അതേഴ്സ്. പോയം തുടങ്ങുന്ന സമയത്ത് നമുക്ക് അവളെ കാണാൻ പറ്റുക ഒരു നാണം കുടുങ്ങിയായ ഒരു പെൺകുട്ടിയായിട്ടാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ വരാൻ പോലും പേടിയുള്ള നാണമുള്ളൊരു കുട്ടിയായിട്ടാണ് നമുക്ക് എൽസയെ കാണാൻ പറ്റുക. ബട്ട് ലേറ്റർ അറ്റ് എ പോയിന്റ് ഇൻ ഹെർ ലൈഫ് ഷീ ഡിസൈഡ് ടു ഫ്രീ ഹെർസെൽഫ് ഫ്രം സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ് ആൻഡ് ലിവ് അക്കോർഡിംഗ് ടു ഹെർ ഡീപ്പസ്റ്റ് വിഷസ്. പക്ഷെ പിന്നീട് അവളുടെ ലൈഫിൽ ഒരു പ്രത്യേക പോയിന്റിൽ വെച്ചിട്ട് അവൾ സമൂഹത്തിൻ്റെ പ്രതീക്ഷകളിൽ നിന്നെല്ലാം അവളെ സ്വതന്ത്രയാക്കിക്കൊണ്ട് അവളുടെ ഡീപ്പായ ആഗ്രഹങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നു. ഷീ ഡിസൈഡ് ടു ബിൽഡ് എ നൈസ് പാലസ് ഫോർ ഹെർസെൽഫ് ആൻഡ് സിങ്സ് ദ സോങ് ടു ഷോ ദിസ് ഡിസിഷൻ. അവൾക്ക് വേണ്ടി ഒരു ഐസ് പാലസ് നിർമ്മിക്കാൻ തീരുമാനിക്കുന്നു. ഈ തീരുമാനം അറിയിക്കാൻ വേണ്ടിയാണ് അവൾ ലെറ്റ് ഇറ്റ് ഗോ എന്ന സോങ് പാടുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സോങ് ഹൈലൈറ്റ്സ് ദ പ്രോബ്ലംസ് ദാറ്റ് ക്യാൻ അറൈസ് വെൻ യു ഹൈഡ് ഹൂ യു റിയലി ആർ. ഡു യു എഗ്രി വിത്ത് ദിസ് സ്റ്റേറ്റ്മെൻറ്റ്? വൈ? ഈ പോയം ഹൈലൈറ്റ് ചെയ്യുന്നത് നിങ്ങൾ യഥാർത്ഥത്തിൽ ആരാണ് എന്നുള്ള കാര്യം നിങ്ങൾ മറച്ചു വെക്കുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളെയാണ്. ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? എന്തുകൊണ്ട്? ആൻസർ, ഐ അഗ്രി വിത്ത് ദ സ്റ്റേറ്റ്മെൻറ്റ് ബിക്കോസ് ഇഫ് വി ട്രൈ ടു ഹൈഡ് അവർ റിയൽ ഫീലിങ്സ് വി ക്യാൻ നെവർ ബി ഹാപ്പി ആൻഡ് കോൺഫിഡൻറ്റ്. ഞാൻ ഈ സ്റ്റേറ്റ്മെൻറ്റിനോട് പൂർണ്ണമായും യോജിക്കുന്നു. കാരണം നമ്മൾ നമ്മുടെ യഥാർത്ഥ ഫീലിങ്സ് മറച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും സന്തോഷവാന്മാരായിരിക്കാൻ കഴിയില്ല, പിന്നെ നമുക്ക് ആത്മവിശ്വാസവും ഉണ്ടാവില്ല. ഇഫ് വി ഹൈഡ് ഹൂ വി റിയലി ആർ വി ക്യാൻ യൂസ് അവർ പൊട്ടൻഷ്യൽ ആൻഡ് സക്സീഡ് ഇൻ അവർ ലൈഫ്. നമ്മൾ ആരാണെന്ന് നമ്മൾ മറച്ചു വെക്കുകയാണെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തി ജീവിതത്തിൽ വിജയിക്കാൻ കഴിയില്ല. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് കുഡ് ബി ദ കോൺസിക്വൻസസ് ഓഫ് സപ്രസിങ് വൺസ് ട്രൂ സെൽഫ്? ഒരാളുടെ യഥാർത്ഥ സ്വത്വം മറച്ചു വെക്കുന്നത് കൊണ്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ, ദ കോൺസിക്വൻസസ് ഓഫ് ഹൈഡിങ് വൺസ് ട്രൂ സെൽഫ് ഈസ് ഡേഞ്ചറസ്. ഒരാളുടെ യഥാർത്ഥ സ്വത്വം മറച്ചു വെക്കുക എന്നുള്ളത് വളരെ അപകടകരമായ കാര്യമാണ്. വി ക്യാൻറ്റ് എൻജോയ് ലൈഫ് ഇഫ് വി ആർ സപ്രസിങ് അവർ ട്രൂ ഫീലിങ്സ്. നമ്മുടെ യഥാർത്ഥ ഫീലിങ്സ് നമ്മൾ സപ്രസ് ചെയ്യുകയാണെങ്കിൽ, അടിച്ചമർത്തുകയാണെങ്കിൽ നമുക്കൊരിക്കലും ലൈഫ് എൻജോയ് ചെയ്യാൻ കഴിയില്ല. വി വിൽ ബി ടെൻസ്ഡ് ആൻഡ് ആംഗ്രി. നമ്മൾ ടെൻഷനിലും ദേഷ്യത്തിലുമൊക്കെ ആയിരിക്കും. സോ വി ഹാവ് ടു ലിവ് എ ലൈഫ് അക്കോർഡിംഗ് ടു അവർ വിഷസ് നോട്ട് ടു സൊസൈറ്റൽ എക്സ്പെക്റ്റേഷൻസ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഒരു ജീവിതമാണ്, സൊസൈറ്റിയുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള ജീവിതമല്ല. ഫോർത്ത് ക്വസ്റ്റ്യൻ, കൊറിയോഗ്രാഫ് ദ സോങ് ലെറ്റ് ഇറ്റ് ഗോ, ലിസൺ ടു ദ സോങ് അഗെയിൻ, പ്രിപ്പയർ എ സ്ക്രിപ്റ്റ് ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ കോറസ്. ഈ സോങ് കൊറിയോഗ്രാഫി ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഈ പാട്ട് വീണ്ടും കേട്ടിട്ട് നിങ്ങളതിന് സ്ക്രിപ്റ്റ് തയ്യാറാക്കി അത് കോറസായിട്ട് അവതരിപ്പിക്കുക. കൂട്ടുകാർ അത് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.